ഇത് നാരദ ദർശനമാണ്. ഇതിൻ്റെ പേര് സംരംഭയോഗം എന്നാണ്. ഏത് മനുഷ്യൻ ഒന്നിനെ ആരാധിക്കുന്നുവോ അതായിത്തീരാൻ സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം എന്നതിനെടുക്കുന്ന കാലത്തിൻ്റെ പകുതിയിൽ താഴെ മതി എതിർത്തവിടെ എത്താൻ. 10 കൊല്ലം കൊണ്ടാണ് ഞാൻ ഒന്നിനെ ആരാധിച്ച് അതേ സ്ഥാനത്തെത്തുന്നതെങ്കിൽ 5-ൽ താഴെ കൊല്ലം കൊണ്ട് ഞാൻ എതിർത്താൽ അവിടെ എത്തും. വീടുകളിൽ നിങ്ങൾ നോക്കിയാൽ ഇത് കാണാം. നിങ്ങളുടെ അനുഭവത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നോക്കിയാൽ ധാരാളം കാണാം. എതിർത്താണ് ആരാധന വരുന്നത്. അത് കഴിഞ്ഞാൽ അത് അതായി തീരലാണ്. സോഷ്യലിസ്റ്റുകൾ സോഷ്യലിസം സ്ഥാപിക്കുന്നതിനേക്കാൾ ശ്രമിച്ചത് ക്യാപിറ്റലിസത്തെ എതിർക്കാനാണ്. അവസാനം എത്തിയത് അവർ അതിൻ്റെ അപ്പസ്തോലന്മാരായ ക്യാപിറ്റലിസ്റ്റുകൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് സോഷ്യലിസത്തെ എതിർത്തില്ല. മന്ദമായി തഴുകി അവർ ക്യാപിറ്റലിസം കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ തകർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ തകർച്ച. വളരെ കുറഞ്ഞ സമയമേ വേണ്ടി വന്നുള്ളൂ. നാരദൻ വിജയിക്കുന്നു. നവോവാകം നാരദന്. എൻ്റെ ഉദാഹരണത്തിന് അപര്യാപ്തതയുണ്ട്, നല്ലൊരു ആലോചിച്ചുള്ളൂ. മതബോധനത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ സ്വന്തം മതത്തിൻ്റെ ഈടുവയ്പ്പുകൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ എപ്പോഴെല്ലാം എതിർക്കുന്ന മതത്തിൻ്റെ ചിന്തകളെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടുവോ, കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മതത്തിൻ്റെ അനവസ്ഥിതത്വത്തിൽ സ്വന്തം മതം എത്തി നിൽക്കുന്നത് കാണാം. മതമല്ലെങ്കിലും മതമായിത്തീർന്ന നിങ്ങളുടെ ഹിന്ദുമതം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഇതര മതങ്ങളെ എതിർക്കാനെടുത്ത ശക്തി, ആ മതത്തിൻ്റെ എല്ലാ ദുർലക്ഷണങ്ങളും നിങ്ങൾക്ക് കൈവന്നു കഴിഞ്ഞു. ശങ്കയില്ലാതെ പറയാം. നിങ്ങളുടെ വെടിക്കെട്ടും തായമ്പകയും ചെണ്ടമേളവും ഉത്സവാഘോഷങ്ങളും പണപ്പൂരവും എല്ലാം മറ്റു മതങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓരോ പ്രസംഗങ്ങളിലും നിങ്ങളുടെ നേതാക്കന്മാർ അതിനെ എതിർക്കുകയായിരുന്നു. എതിർക്കുമ്പോഴെല്ലാം നേതാവ് ഉൾപ്പെടെ അതിലേക്ക് ചായുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും. ചുറ്റും കണ്ണോടിച്ചോളൂ. ഞാൻ പറയുന്ന ഏതുദാഹരണവും പരിശോധിച്ചോളൂ. കേരളത്തിലെ സ്ഥലങ്ങളിലൊക്കെ നോക്കിയോളൂ. വിവാഹത്തിന് വിശേഷാവസരങ്ങളിൽ ഒക്കെ ഹിംസ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മതം ഇന്ന് എല്ലാ വിശേഷാവസരങ്ങളും ഹിംസയുടെയും മദ്യത്തിൻ്റെയും പിടികളിൽ വീണ് കഴിഞ്ഞപ്പോൾ അതുമാത്രം ജീവിതവൃത്തിയായിരുന്ന മതങ്ങൾ അവയോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഉത്സവാഘോഷങ്ങളിലും വിശേഷ അവസരങ്ങളിലും വിവാഹത്തിലും മത്സ്യമാംസങ്ങൾ പാടില്ല എന്ന് കത്തോലിസിസം അവരുടെ ബിഷപ്പ് കോൺഫറൻസിൽ തീരുമാനം തന്നെ എടുത്തു കഴിഞ്ഞു. ശക്തമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് വരെ ഒരു ബിഷപ്പ് ചാടിക്കറി പറയുണ്ടായി. വെജിറ്റേറിയനിസം മാത്രം മതി എന്നവർ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് നേരെ എതിർവശത്തുള്ള അമ്പലത്തിൽ നിന്ന് രാവിലെ ആഹാരമൊന്നും കഴിക്കാതെ വെളുപ്പം കാലത്ത് മഞ്ഞത്ത് കുളിച്ച് രാവിലെ പൂജ ചെയ്യാനെത്തി 11:30 വരെ പൂജകളും കഴിഞ്ഞ് ജലപാനമില്ലാതെ പോകുന്നവൻ ഭക്ഷണം കഴിക്കുന്നത് നോക്കി അവൻ്റെ നേരെ മുമ്പിൽ രാവിലെ പോയി തൊഴുത് ഒരു തേക്കലയിൽ നിറച്ച് മാംസവും പൊതിഞ്ഞ് കടന്നു പോകുമ്പോൾ അത് കണ്ട് അതിനെ എതിർത്ത് നിങ്ങൾ അമ്പലത്തിൽ പോയി ആ പൂജ ചെയ്യുന്നവനും നിങ്ങളും തേക്കലയിൽ മാംസവും വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവനപ്പുറത്ത് ഇതിനെ എതിർത്ത് കാണിച്ചതെല്ലാം നിർത്തി അവൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി, കുളിക്കാതെ പള്ളിയിൽ പോയവൻ കുളിച്ച് ശുദ്ധമായി പള്ളിയിൽ പോകുന്നത് നിങ്ങൾ അനുകൂലിച്ചും അനുകരിച്ചുമല്ല, പരസ്പരം എതിർത്താണ്. അറ്റ്ലീസ്റ്റ് യു ആർ കൺഫ്യൂസ്ഡ്. അതുകൊണ്ട് പ്രാസ്ഥാനികമായ എതിർപ്പിൻ്റെയും വൈയക്തികമായ എതിർപ്പിൻ്റെയും പശ്ചാത്തലങ്ങളെ എടുത്ത് ദാർശനികമായി പഠിച്ചാൽ നാരദൻ്റെ സിദ്ധാന്തം ആത്യന്തികം തന്നെയാണ്. ഏതുദാഹരണങ്ങളിലൂടെ സഞ്ചരിച്ചാലും മദിരാശിയിലെ മിക്കവാറും ആശ്രമങ്ങളോട് ബന്ധപ്പെട്ട കല്യാണ മണ്ഡപങ്ങളിൽ പോലും ബിരിയാണിയും മാംസങ്ങളും വരെ വിളമ്പാൻ അനുവാദം കൊടുക്കുമ്പോൾ നുങ്കമ്പക്കത്ത്
നിങ്ങളെത്തിയാൽ അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയാണ്. അവിടെ കല്യാണം ആര് നടത്തിയാലും വെജിറ്റേറിയൻ അല്ലാത്ത ഒന്നും വിളമ്പാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോയി അന്വേഷിച്ച് നോക്കാം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തർധാരയിൽ മത്സ്യവും വീഞ്ഞും പവിത്രവും കൂടിയാണെന്ന് മറക്കരുത്. ധാരാളം ക്രിസ്തീയ വിവാഹവും അവിടെ വെച്ച് നടക്കുന്നുണ്ട്. ബ്രാഹ്മണരുടെ ഉണ്ട്. കാരണം ബ്രാഹ്മണർ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ അവിടെ പോകാനാണ്. എനിക്കറിയുന്ന സ്ഥലങ്ങളാണ് ഞാനീ പറഞ്ഞതല്ല.